ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഗ്നോ പോയിൻറ്റേഴ്സ്. സോ ഇഗ്നോ പോയിൻറ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം ഡീകോഡ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MA പൊളിറ്റിക്കൽ സയൻസ് എന്ന കോഴ്സാണ്. സോ ഇഗ്നോയിൽ ഒരുപാട് സ്റ്റുഡൻസ് എടുക്കുന്ന ഒരു കോഴ്സാണ് MA പൊളിറ്റിക്കൽ സയൻസ്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഗ്നോയുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സിൻ്റെ ക്ലാരിഫിക്കേഷനും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട്സ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു 24 hours തന്നെ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതാണ്. ഇനി ഫാസ്റ്റായിട്ട് നിങ്ങൾക്കൊരു റിപ്ലൈ വേണം, സ്പെസിഫിക് ആയിട്ടുള്ള ഡൗട്ട്സ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ 95 62 63 64 69 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് എന്താണോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇഗ്നോയുടെ പ്രൊസീജിയേഴ്സ്, അസൈൻമെൻറ്റ്സ്, എക്സാംസ്, പ്രൊജക്റ്റ് വർക്ക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിരവധി വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്പെസിഫിക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ഇന്നത്തെ പ്രോഗ്രാം ഡീകോഡ് സെഷനിൽ നമ്മൾ ഡീകോഡ് ചെയ്യുന്ന കോഴ്സ് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൻ്റെ കീഴിൽ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന MA പൊളിറ്റിക്കൽ സയൻസ് എന്ന കോഴ്സാണ്. ഇതിൻ്റെ പ്രോഗ്രാം കോഡ്, അതായത് MA പൊളിറ്റിക്കൽ സയൻസിൻ്റെ പ്രോഗ്രാം കോഡ് MAPS എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ എ ഹയർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിലും എക്സാം എഴുതാൻ സാധിക്കും, ഹിന്ദിയിൽ വേണമെങ്കിലും എഴുതാൻ സാധിക്കും. പക്ഷേ കേരളത്തിൽ നിന്നുള്ള ഒരു ലേണറെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ആയിരിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും, നമുക്ക് ഇംഗ്ലീഷിൽ ആൻസേഴ്സ് എഴുതാൻ സാധിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് ഇംഗ്ലീഷിൽ അവൈലബിളും ആണ്. ഇനി പ്രോഗ്രാം ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഇത്തവണത്തെ ഇഗ്നോ പ്രോസ്പെക്ടസിൽ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെയും സെക്കൻഡ് സെമസ്റ്ററിൻ്റെയും എന്ന രീതിയിലാണ് പ്രോഗ്രാംസ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ കോഴ്സിൻ്റെ വിവരങ്ങൾ എന്തുകൊണ്ടോ ഇതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഒരുപാട് ചേഞ്ചസ് വരികയും പുതിയ സബ്ജക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ സെമസ്റ്റർ 3ലെയും 4ലെയും ഇൻഫോ ഇവിടെ അവൈലബിൾ ആണ്. എങ്കിൽ പോലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയുള്ള സിലബസിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വരില്ല. ആ ടെക്സ്റ്റ് ബുക്സ് തന്നെയൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഒരുപക്ഷെ ഏതാണ് കമ്പൽസറി സബ്ജക്റ്റ് എലക്റ്റീവ് എന്നതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കാം. എങ്കിൽ പോലും ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും കൃത്യമായിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ വർഷം അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ സെമസ്റ്റർ സിസ്റ്റത്തിലാണെങ്കിൽ സെമസ്റ്ററിൻ്റെ സബ്ജക്ട്സ് സെലക്ട് ചെയ്താൽ മതിയാവും. ഇയർലി സിസ്റ്റത്തിലാണെങ്കിൽ ഇയർലി ആ സബ്ജക്ട്സ് സെലക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഇഗ്നോയുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ ഐഡിയാസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ സമയത്ത് സെക്കൻഡ് ഇയറിലേക്ക് ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ സബ്ജക്ട്സ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നിലവിൽ തന്നിരിക്കുന്ന സെമസ്റ്റർ 1ലെയും സെമസ്റ്റർ 2ലെയും സബ്ജക്ട്സ് നമുക്ക് മനസ്സിലാക്കാം. സോ സെമസ്റ്റർ 1, അതായത് ഫസ്റ്റ് ഇയറിലെ സെമസ്റ്റർ 1ൽ MPS 101, 102, 103, 104, 105 എന്നീ കോഴ്സ് കോഡുകളിലുള്ള സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഓരോ കോഴ്സിൻ്റെയും, അതായത് ആ ഓരോ സബ്ജക്റ്റിൻ്റെയും ടൈറ്റിൽ എന്താണ്, അഥവാ ആ പേപ്പറിൻ്റെ പേരെന്താണ് എന്നുള്ളതും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ പൊളിറ്റിക്കൽ തിയറി പഠിക്കണം, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കണം, ഇൻ്റർനാഷണൽ റിലേഷൻസിലെ അതിൻ്റെ അപ്രോച്ചസിനെ കുറിച്ച് പഠിക്കണം, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്, വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് ഉണ്ട്. വീണ്ടും സെക്കൻഡ് സെമസ്റ്റർ വരുമ്പോൾ പൊളിറ്റിക്കൽ തിയറി, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെ പ്രോസസ് ആൻഡ് ഡൈനാമിക്സിനെ കുറിച്ച് പഠിക്കണം, കണ്ടംപററി ഇഷ്യൂസ് ഇൻ ഇൻ്റർനാഷണൽ റിലേഷൻസ്, അതേപോലെ തന്നെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഇഷ്യൂസ് ആൻഡ് ഡിബേറ്റ്സ് പഠിക്കണം, അതേപോലെ തന്നെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന പേപ്പറുണ്ട്. അപ്പോൾ ആദ്യത്തെ സെമസ്റ്ററിൽ നമുക്ക് 20 ക്രെഡിറ്റ്സിനാണ് പഠിക്കേണ്ടത്, രണ്ടാമത്തെ സെമസ്റ്ററിൽ നമ്മൾ 20 ക്രെഡിറ്റ്സിനാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇത് 2 സെമസ്റ്ററുമായിട്ട് ചേർത്ത്, അതായത് ആദ്യത്തെ വർഷം 40 ക്രെഡിറ്റാണ്, വീണ്ടും ഒരു 40 ക്രെഡിറ്റിനുള്ള കോഴ്സസ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. സോ അതിൻ്റെ ലിസ്റ്റ് അടുത്ത വർഷം കൃത്യമായിട്ട് ലഭ്യമായിരിക്കും. കാരണം ഇഗ്നോയിൽ ഒന്നാമത്തെ വർഷം കഴിയുമ്പോൾ നമ്മൾ, അതായത് ഇപ്പോൾ ജൂലൈയിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരാൾ അടുത്ത വർഷം ജൂൺ ജൂലൈ സമയത്ത് തന്നെ ഒരു രജിസ്ട്രേഷൻ വിൻഡോ ഇഗ്നോ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് ജോയിൻ ചെയ്യാൻ ആ സമയത്ത് സെക്കൻഡ് ഇയറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ സെക്കൻഡ് ഇയറിലെ സബ്ജക്ട്സ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതാണ് ഇഗ്നോയിലൊരു ബേസിക് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന കോഴ്സസ് എല്ലാം കമ്പൽസറി ആണ്. അപ്പോൾ ആര് ഈ ഒരു സമയത്ത് ഈ ജൂലൈ 2026 അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും ഈ സബ്ജക്ട്സ് എല്ലാവരും പഠിക്കണം. കാരണം 5 പേപ്പറാണ് തന്നിരിക്കുന്ന ഫസ്റ്റ് സെമസ്റ്ററിൽ, അതിന് ഓരോന്നിനും 4 മാർക്കാണ്. അങ്ങനെ 20 ക്രെഡിറ്റ്സ് എല്ലാവരും പൂർത്തിയാക്കണം. രണ്ടാമത്തെ സെമസ്റ്റർ ഇതുപോലെ 5 പേപ്പർ തന്നിട്ടുണ്ട്, 4 ക്രെഡിറ്റ് ആണ്. അപ്പോൾ എല്ലാവരും ആ പേപ്പർ പഠിക്കുകയും 20 ക്രെഡിറ്റ് സെക്കൻഡ് സെമസ്റ്ററിലും പൂർത്തിയാക്കണം. അതേസമയം ഇനി ഒരു പക്ഷേ സെക്കൻഡ് ഇയർ വരുമ്പോഴത്തേക്കും മേ ബി 1-2 പേപ്പർ കമ്പൽസറി ആക്കി വെച്ച് ബാക്കി പേപ്പേഴ്സ് എലക്റ്റീവ്സ് തരാം. അപ്പോൾ അങ്ങനെ എലക്റ്റീവ്സ് വരുമ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് തന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇഗ്നോയിലെ മറ്റു പല MA പ്രോഗ്രാംസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഫുൾ ലിസ്റ്റ് ഓഫ്
സെക്കൻഡ് ഇയറിലെയും സബ്ജക്ട്സ് തന്നിരിക്കുന്ന പല MA പ്രോഗ്രാംസിലും സെക്കൻഡ് ഇയർ ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് സബ്ജക്ട്സ് കമ്പൽസറി ആണ്, പക്ഷേ ചിലത് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ മേ ബി അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇഗ്നോ കൊണ്ടുവരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു പ്രോസ്പെക്ടസിൽ ഇത് വിട്ടുപോയതായിരിക്കാം. അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് അത് പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ എടുക്കാൻ നമുക്ക് ബേസിക് ആയിട്ട് ഈ ഡീറ്റെയിൽസ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇഗ്നോ വളരെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ മാറ്റങ്ങൾ വരുത്തിയാൽ കൃത്യമായിട്ട് അത് ലേണേഴ്സിന് ഇൻഫോം ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് നമ്മുടെ ശ്രദ്ധയിൽ തീർച്ചയായിട്ടും അത് എത്തും. നമ്മളും ഇതിനെക്കുറിച്ച് നിങ്ങളെ ഫർദർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇഗ്നോയുടെ MA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മൾ പ്രോസ്പെക്ടസ് വെച്ച് കാര്യം പറയുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് ഈ ഫസ്റ്റിലെയും സെക്കൻഡ് സെമ്മിലെയും മാത്രം സബ്ജക്ട്സ് ആണ് തന്നിരിക്കുന്നതെന്ന് എടുത്ത് പറയുന്നത്. അതേസമയം നമ്മൾ പ്രീവിയസ് അഡ്മിഷൻ സെഷൻസ്, അതായത് ഇപ്പോൾ ജാനുവരിയിൽ കഴിഞ്ഞ അഡ്മിഷനോ അതിന് മുന്നേ ജൂലൈ, കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന അഡ്മിഷനോ ഒക്കെ നോക്കുമ്പോൾ അവിടെ സെക്കൻഡ് ഇയറിലെ സബ്ജക്ട്സും തന്നിട്ടുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ പൊതുവിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. അതിൽ വളരെ കുറച്ച് സബ്ജക്ട്സ് മാത്രം കമ്പൽസറി ആക്കി വെച്ച് ബാക്കി മൊത്തം എലക്റ്റീവ്സ് എന്നുള്ളൊരു രീതിയായിരുന്നു പൊളിറ്റിക്കൽ സയൻസിൽ കണ്ടിരുന്നത്. സോ അതിലൊക്കെ എന്തെങ്കിലും കുറച്ച് മാറ്റം വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സിലബസിൻ്റെ റിവിഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കാം. സോ എന്ത് തന്നെയാണെങ്കിലും അത് നമ്മളെ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇൻഫോം ചെയ്യുന്നതാണ്. ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ എടുക്കാൻ നമുക്ക് ഈ ഫസ്റ്റ് ഇയറിൻ്റെ ഡീറ്റെയിൽസ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് MA പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. MA പൊളിറ്റിക്കൽ സയൻസ് ഇഗ്നോയിൽ നിന്ന് ചെയ്ത് നല്ല സ്കോറോടുകൂടി പാസ്സായ ആളുകൾ തന്നെയാണ് നമ്മളുമായിട്ട് MA പൊളിറ്റിക്കൽ സയൻസിനെ അസോസിയേറ്റ് ചെയ്യുന്നത്. സോ അവരുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കണമെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വി ആർ കമ്മിങ് അപ്പ് വിത്ത് ലോട്ട് ഓഫ് ഫ്രീ ഇനീഷ്യേറ്റീവ്സ് ആൻഡ് ഓൾസോ പെയ്ഡ് ഇനീഷ്യേറ്റീവ്സ്. സോ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ നമ്മളെ കണക്റ്റ് ചെയ്യാവുന്നതാണ്. So stay tuned for more such IGNOU related updates, and share this channel with your IGNOU friends so that we can reach maximum number of learners. Stay tuned and thank you.